ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊരു മൂഡില്ല. ഓരോ ഇതിലായിപ്പോയി. അപ്പം ഇത് ചെയ്യാൻ തന്നെ നമുക്കൊരു മൂഡ് വേണം, എന്നാലല്ലേ ഇതിനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പം ഞാനിതാ ഇന്ന് സൺഡേ ആണ്, കുട്ടിക്കൊന്നും സ്കൂളില്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകിയാണ് എണീറ്റത്. എന്നിട്ട് രാവിലെ തന്നെ കുളിച്ച് മാറ്റി പുതിയ ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് എന്താ പ്രത്യേകിച്ചൊരു പ്രത്യേകതയില്ല. എൻ്റെ അമ്മ പുതിയൊരു ടോപ്പ് വാങ്ങി തന്നു, അപ്പോൾ അതിട്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രഷായിട്ട് ഇതാ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടേനു. അപ്പോൾ ഇന്ന് അരി കലക്കി പാർന്ന പത്തിരിയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു മുട്ട ചിക്കിയതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ വീഡിയോ ഇടാതായിട്ട്, അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് എടുത്തത്. അങ്ങനെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഐഷുമ്മ എണീറ്റ്. അപ്പോൾ മോളെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പണിയെടുക്കുമ്പോൾ അമ്മച്ചിനെ ഞാൻ സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വന്ന് സ്റ്റൂളിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ മത്തിയാണ് കിട്ടിയത്. മത്തി മുറിച്ച് കുറച്ച് കറി വെക്കാനും കുറച്ച് പൊരിക്കാനുള്ളത് മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുളകിടാനുള്ള പണിയിലാണ് കേട്ടോ. മീൻ മുളകിടാനുള്ള പണിയിലാണ്. അപ്പോൾ ഉള്ളി തക്കാളി കരിയിലാണ്. അപ്പോൾ ഐഷുമ്മ കണ്ടില്ല നിൽക്കണേ. ഇങ്ങനെയാണ് ഞാൻ പണിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറി നിൽക്കും. എന്നിട്ട് ഞാനിങ്ങനെ പണിയെടുക്കുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഞാനങ്ങനെ നിർത്തും. പിന്നെ ഓരോന്നിലേക്ക് കൈ ഇടാൻ വരുമ്പോൾ ഞാൻ ഓടിക്കാനാണ്, അങ്ങോട്ട് പൊയ്ക്കാന്നൊക്കെ പറയും. കണ്ടില്ല, എല്ലാത്തിലും ഒന്ന് കൈയിട്ട് നോക്കും, അവിടെ മേലൊക്കെ ആക്കും, അല്ലെങ്കിൽ കൈ എരിയും കണ്ണെരിയും, ഇതൊക്കെ തന്നെ പണി. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുളകിട്ട കറി ഇതാ തിളച്ചുകൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ മീൻ ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുളകിട്ട കറിയിലേക്ക് മത്തി ഞാൻ ഇടാണ്. പിന്നെ 2 ദിവസം മുന്നേ വാങ്ങിയ കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കുറച്ച് ഉപ്പേരിയാക്കി. അങ്ങനെ മത്തി വറുക്കലെല്ലാം കഴിഞ്ഞിട്ടോ. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് ഞാൻ കുട്ടികൾക്കൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്ത്, കഞ്ഞി മതി എന്ന് പറഞ്ഞ് എല്ലാം. അപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കഞ്ഞിയൊക്കെ കൊടുത്ത് ഞാനും ചോറുണ്ണാൻ വേണ്ടി പോകട്ടോ. ഇത് ചെറുപയർ ഞാൻ ഇത്തിരി ഉപ്പേരി പോലെ വെച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവിലാക്കിയത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനത് ചോറുണ്ണാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തിയൊക്കെ നല്ല ഫ്രഷ് മത്തി ആയതുകൊണ്ട്. പിന്നെ പയറുപ്പേരിയും മുളകിട്ട കറിയും അൽഹംദുലില്ലാ റാത്തായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് അങ്ങോട്ട് മറന്നു കിട്ടും. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ്. ഞാൻ വലിയ കാര്യത്തിൽ രാവിലെ തുടങ്ങും, പക്ഷേ ഈ പണീൻ്റെ തിരക്കിൽ ഞാനെല്ലാം അങ്ങോട്ട് മറക്കും. പിന്നെ അതാ ഈവനിങ് ആയപ്പോൾ ചായ എടുക്കുന്ന ടൈമിലാണ് എനിക്ക് ഓർമ്മ ആയത് ഞാൻ വീഡിയോ എടുത്തീനല്ലോ എന്ന്. അങ്ങനെ അതുമാത്രം ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എനിക്കിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.